നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ ശോഭേച്ചിക്ക് ഒരു പൊന്നുമോനുണ്ട്. പൊന്നുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊന്നുമോന് ചില സ്വഭാവ സവിശേഷതകളുണ്ട്. കുറേ കാലത്തിന് മുമ്പ് ഈ പൊന്നുമോൻ പല വേഷങ്ങളും പകർന്നാടിയിട്ടുണ്ട്. പോലീസുകാരനായി ആ പൊന്നുമോൻ തിരശ്ശീലയിൽ വന്നിട്ടുണ്ട്. നല്ല സ്നേഹമുള്ള ജ്യേഷ്ഠനെ ഒറ്റ കീറ് എന്നൊക്കെ പറയുന്ന ചേട്ടനായി തിരശ്ശീലയിൽ വന്നിട്ടുണ്ട്. താന്തോന്നിയായി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആ പൊന്നുമോൻ വന്നിട്ടുള്ളത് ഒരു പോലീസ് വേഷത്തിൽ തന്നെയാണ്. കമ്മീഷണർ ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പം എവിടെ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ പൊന്നുമോനെ സംബന്ധിച്ചിടത്തോളം പൊന്നുമോൻ വളരെ ആക്റ്റീവാണ്, കരുത്തനാണ്. ആ പൊന്നുമോൻ ആരെയും ഇടിച്ചിടും. ആ പൊന്നുമോൻ ആരെയും തന്തയ്ക്ക് വിളിക്കും. ആ പൊന്നുമോൻ ആരെയും തെറി വിളിക്കും. ആ പൊന്നുമോന് ആണെന്നോ പെണ്ണെന്നോ ഒരു യാതൊരു വ്യത്യാസവുമില്ലാതെ ആരെയും തെറി വിളിക്കാനും ആരെയും പൊതുമധ്യത്തിലിട്ട് ആക്ഷേപിക്കാനും തക്ക ശേഷിയുള്ള വൈബ്രൻ്റായി നിൽക്കുന്ന ഒരു പൊന്നുമോനാണ് ശോഭേച്ചിയുടെ പൊന്നുമോൻ. ഈ പൊന്നുമോൻ ഒരു ദിവസം ഈ പൊന്നുമോൻ ഇങ്ങനെ ചാടിക്കളിച്ച് നടക്കുന്ന കണ്ടപ്പോൾ ഈ പൊന്നുമോൻ എവിടേക്കോ ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചില ഉന്നത നേതാക്കന്മാർ ഈ പൊന്നുമോനെ സമീപിക്കുകയുണ്ടായി. നേരെ പൊന്നുമോനോട് പറഞ്ഞു, ശോഭേച്ചിയുടെ പൊന്നുമോനെ, നീ ഒരു കാര്യം ചെയ്യോ, നിനക്ക് ഞാനൊരു പദവി തരാം. ആ പദവി കൊണ്ട് നീ ഈ കേരളം മുഴുവൻ പഴയ പോലെ മാവേലി നാടാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ആ പൊന്നുമോൻ നേരെ ചെല്ലുന്നു. നേരെ ചെന്നിട്ട് സാഷ്ടാംഗം പ്രണമിക്കുന്നു. ആ പൊന്നുമോൻ നേരെ ആ ഓഫർ കൊടുത്ത ആളിൻ്റെ ആ ദൈവത്തിൻ്റെ മുന്നിലേക്ക് പോയി സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഒടുവിൽ ആ പൊന്നുമോൻ വലിയ നീളത്തിൽ ഒരു ഗോപി കുറിയൊക്കെ വരച്ച് നേരെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ഒരു കാറിലൊക്കെ വരുന്നു. പിന്നെ അന്ന് മുതൽ ആ പൊന്നുമോനൊരു പ്രശ്നമുണ്ട്. ആ പൊന്നുമോനൊരു തമ്പുരാനായി മാറുകയാണ്, ഒരു 6ാം തമ്പുരാൻ. അങ്ങനെ പൊന്നുമോൻ വരുന്നു. പൊന്നുമോൻ അമ്പലത്തിൽ പോകുന്നു, പൊന്നുമോൻ പള്ളിയിൽ പോകുന്നു, പൊന്നുമോൻ അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. പിന്നെ ഈ പൊന്നുമോൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ 10 പേരറിയുന്ന ഒരാളായി മാറണം. അപ്പോൾ നേരത്തെയൊക്കെ പൊന്നുമോനെ അറിഞ്ഞിരുന്നതോ അതൊക്കെ വേറെ വേറെ ആളുകളല്ലേ അറിഞ്ഞിരുന്നത്. ഇത് പൊന്നുമോനായി തന്നെ ആളുകൾ അറിയണം എന്നുള്ള ഒരു വലിയ ധാരണ അദ്ദേഹത്തിനുണ്ടായി. അതിനെ പറ്റിയത് ശക്തൻ തമ്പുരാൻ്റെ മണ്ണ് തന്നെയാണ്. നേരെ വണ്ടി അദ്ദേഹത്തിനുള്ള ഒരു വെൽഫെയർ കാറുണ്ട് ടൊയോട്ടയുടെ. ആ ടൊയോട്ട വെൽഫെയർ കാറും എടുത്തുകൊണ്ട് ഒരു വിഷുക്കാലത്ത് നേരെ ഈ പൊന്നുമോൻ തൃശ്ശൂരിലേക്ക് പോയി. കൈ നിറയെ 1 രൂപയുടെ നാണയങ്ങൾ. എന്നിട്ട് ഈ പൊന്നുമോൻ വെൽഫെയറിൻ്റെ ആ സ്ലൈഡിംഗ് ഡോർ തുറന്നിട്ടുകൊണ്ട് കാലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ക്യൂ നിർത്തിക്കൊണ്ട് കുറേയധികം പെൺകുട്ടികൾക്ക് പൈസ 1 രൂപ നാണയം വെച്ച് സംഭാവന ചെയ്തു, കൈനീട്ടമായി കൊടുത്തു. എന്നിട്ട് ആ കൈനീട്ടം വാങ്ങുന്ന പെൺകുട്ടികളോടെല്ലാം അവിടെ നിന്നിട്ട് പതുക്കെ പറഞ്ഞു, കാല് കാല് കാല്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് കാര്യം മനസ്സിലായി, പൊന്നുമോൻ്റെ കാല് തൊട്ട് വന്ദിക്കാനാണ് അവിടെ നിൽക്കുന്ന ചില കയ്യെ ചരട് കെട്ടിയവന്മാർ പറഞ്ഞത് എന്ന്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയെങ്കിലും ആ പെൺകുട്ടികൾ ഈ പൊന്നുമോൻ്റെ കാല് തൊട്ട് തൊഴുതുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആ പൊന്നുമോൻ ഇങ്ങനെ 1 രൂപ നാണയം വെച്ച് താൻ ഏതോ ഇരിക്കുന്നത് രാജസിംഹാസനത്തിലാണ് എന്നുള്ള ധാരണയിൽ ഓരോ 1 രൂപ നാണയം വീതം എടുത്തു കൊടുത്തിരുന്നു. അതിനുശേഷം ഇത് ഇങ്ങനെ ചെയ്യിക്കുന്നത് ശരിയാണോ എന്ന് ചിലർ ചോദിച്ചപ്പോൾ അവരൊക്കെ മാക്രികളാണ് എന്ന് പറഞ്ഞു. അത് ഈ പൊന്നുമോൻ തന്നെ. അങ്ങനെ ഈ പൊന്നുമോൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും കൈനീട്ടം കൊടുക്കലിൻ്റെയും ഫലമായി ഈ പൊന്നുമോൻ ഒരിക്കൽ അവിടെ നിന്നുകൊണ്ട് തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ തന്നെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്തേ. അത് ചെമ്പാണോ സ്വർണ്ണമാണോ എന്ന് ഇന്നും തെളിയിക്കപ്പെടാതെ പോയിരിക്കുന്നു. പക്ഷേ പൊന്നുമോൻ എല്ലാവരോടും പറഞ്ഞ് ഞാൻ ലൂർദ് മാതാവിന് കൊടുത്തത് സ്വർണ്ണ കിരീടമാണെന്ന്. അങ്ങനെ ആ സ്വർണ്ണ കിരീടമൊക്കെ ചൂടിയ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലൂർദ് മാതാവിന് ബോറടിച്ചു. ലൂർദ് മാതാവിൻ്റെ തലയിൽ നിന്ന് ആ സ്വർണ്ണ കിരീടം ഊർന്ന് താഴെ വീണു. അത് ലൂർദ് മാതാവ് തിരിച്ചറിഞ്ഞിട്ടാണ് ഈ പൊന്നുമോൻ എന്നെ പറ്റിച്ചല്ലോ എന്ന് ലൂർദ് മാതാവ് വിചാരിച്ചിട്ടാണോ എന്തോ അറിയില്ല. അങ്ങനെ ആ നാട്ടുകാരെല്ലാം കൂടി ചില കള്ളക്കളികളൊക്കെ കളിച്ച് ഈ പൊന്നുമോനെ നേരെ ലോക്സഭയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ലോക്സഭയിലെത്തിയ പൊന്നുമോനെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ ഒരു സഹമന്ത്രിയാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും എന്നൊക്കെ ഞാൻ പറയാൻ പ്രധാനപ്പെട്ട കാരണം പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത ഒരു സഹനാക്കി നമ്മുടെ ഈ പൊന്നുമോനെ അങ്ങ് മാറ്റി. ആ സഹനും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഈ പൊന്നുമോൻ വലിയ ധിക്കാരിയായി മാറുകയാണ്. ആ പൊന്നുമോൻ ഇങ്ങനെ വരുന്ന വഴിയിൽ അതൊരു രാജവീഥിയായിരിക്കണം. പൊന്നുമോൻ നടന്നു വരുന്ന വഴിയിൽ ഒരാളെ പോലും കാണാൻ പാടില്ല. മാറ് എന്ന് ആക്രോശിച്ചുകൊണ്ട് ഒരുപറ്റം ആളുകൾ മുന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഈ തമ്പ്രാൻ്റെ വ്യവസ്ഥയൊക്കെ. പല്ലൊക്കെ ചുമന്നുകൊണ്ട് വരുമ്പോൾ ആ ഹൈ ഓ ഹൈ ഇങ്ങനെ പാടിക്കൊണ്ട് കുറച്ച് പേര് പല്ലൊക്കെ ചുമന്നുകൊണ്ട് വരും. എന്തിനാണ് ഈ ആ ഹൈ ഓ ഹൈ പാടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം കേട്ടിട്ട് മുന്നിൽ നിൽക്കുന്ന താണ സമുദായത്തിൽപ്പെട്ടവർ നാനാ വഴിക്ക് ചിതറി ഓടിക്കോണം. കാര്യം പൊന്നമ്പ്രാൻ്റെ ശരീരത്തിലോ പല്ലക്കിലോ തൊട്ട് അശുദ്ധാക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പൊന്നമ്പ്രാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മുന്നാലെ ഈ പറയുന്ന കുറേ പേര് മാറെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യും. ഈ പൊന്നമ്പ്രാൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നമ്പ്രാൻ അല്ലല്ലോ, ഈ പൊന്നുമോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം നന്നായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. ആഹാരം കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഈ പൊന്നമ്പ്രാൻ പോവുക, അവിടെ നിന്ന് പപ്പടം പക്ഷേ
നമ്മൾ സാധാരണ പപ്പടം വിളമ്പുമ്പോൾ ഒരാൾ കയ്യിൽ പിടിച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുക പപ്പടം, അല്ലാതെ നമ്മളെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് കുത്തിയെടുത്ത് കൊടുക്കുക അല്ല പപ്പടം ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കൈ കൊണ്ട് കൊടുക്കുക. പക്ഷേ ഈ പൊന്നുമോൻ ഈ പപ്പടം മേടിച്ചിട്ട് ആ പിടിച്ച വശം ഒടിച്ച് കളയുക എന്നുള്ളതാണ് ഈ പൊന്നുമോൻ്റെ ഏറ്റവും വലിയ ശീലം. അങ്ങനെ ഈ പൊന്നുമോൻ വലിയ രാജാവാണ് എന്ന് ഭാവിച്ച് നടക്കുകയാണ്. ഈ കലുങ്കൊക്കെ അദ്ദേഹത്തിന് ഈ പിന്നെ കഞ്ചാവ് വലിക്കുന്നവരുടെ അവസ്ഥയാണ്. കലുങ്കിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു രാജസിംഹാസനമായി മാറുന്നു. പിന്നിൽ നിൽക്കുന്നവരെല്ലാം ഭടന്മാരും മുന്നിലിരിക്കുന്നവരെല്ലാം പ്രജകളുമായി മാറുന്ന അപൂർവമായ ഒരു രോഗത്തിന്റെ അടിമയായി ആ പൊന്നുമോനങ്ങ് മാറി. അങ്ങനെ ആ പൊന്നുമോന്റെ പിന്നിൽ കുടയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഏതോ വലിയ രാജകുടയുടെ കീഴിലാണ് താൻ ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് പിന്നെ മൈക്ക് കൊടുക്കുമ്പോൾ അവർ പിന്നെ മൈക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്ന ആലവട്ടവും വെഞ്ചാമരവും വീശിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ആ പൊന്നുമോന് കാര്യം പറയേണ്ടി വന്നു, ഞാൻ ഈ നിങ്ങളുടെ മന്ത്രിയല്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്ന് ആ പാവപ്പെട്ട ആൾക്കാരുടെ എന്ന് വെച്ചാൽ പ്രജകളുടെ മുഖത്ത് നോക്കി പറയേണ്ടി വന്ന ഒരു പൊന്നുമോൻ. ഇതല്ല ഈ പൊന്നുമോൻ ആരുടെയാണെന്ന് മനസ്സിലായിക്കോണല്ലോ, നമ്മുടെ സ്വന്തം ശോഭേച്ചിയുടെ പൊന്നുമോൻ. ആ പൊന്നുമോൻ ഒടുവിൽ ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പൊന്നുമോൻ ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ ഈ പറയുന്ന കൊട്ടാരങ്ങൾ ഈ സിംഹാസനങ്ങളിൽ നിന്ന് സിംഹാസനങ്ങളിലേക്ക് ഇങ്ങനെ മാറി പ്രജകളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഈ കാലത്തിനിടയ്ക്ക് എന്നാൽ ഈ നാട്ടിലുള്ള കുറേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. നാട്ടിലുള്ള ഈ നുണക്കുറുപ്പിനെ പോലുള്ള ചിലവന്മാരുണ്ടല്ലോ, അവർക്കാർക്ക് ഈ സംഗതി ഇഷ്ടപ്പെട്ടില്ല. അവർ അപവാദം പറഞ്ഞു വരുത്തി, ഈ ചെറുക്കന് എന്ത് ഈ പൊന്നുമോൻ എന്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത്, ഈ പൊന്നുമോൻ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി നമ്മുടെയൊക്കെ കഞ്ഞി പാറ്റ വീഴുമല്ലോ എന്നായി ഈ നാട്ടിലുള്ള ഈ പൊന്നുമോൻ്റെ ചില കൂട്ടാളികൾ സംസാരിച്ചു തുടങ്ങി. അങ്ങനെ ഈ പൊന്നുമോൻ പക്ഷെ അതിലൊന്നും തളർന്നില്ല. ഏറ്റവും അവസാനം ഇത് കെണിയാകും എന്ന് കരുതിയപ്പോൾ മേളിയിരിക്കുന്ന ഒടയമ്പരാൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എൻ്റെ പൊന്നുമോനെ നീ അങ്ങ് നിർത്തിക്കോ പരിപാടി എന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നുമോന് ആ സിംഹാസനവും കൊടയും പരിവാരങ്ങളെയും ഭടന്മാരെയും മുന്നിലിരിക്കുന്ന പ്രജകളെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കി പോകേണ്ടി വന്നു. പിന്നെ അടുത്തതായി പൊന്നുമോൻ്റെ തലയിൽ ഒരു കുട്ടയുണ്ടായി. ആ കുട്ടയിൽ ഒരു സാധനം കിടപ്പുണ്ട്. ആ സാധനം എവിടെയായിരിക്കും പൊന്നുമോൻ ഇറക്കി വെക്കുക എന്നറിയാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷാഭരിതനായി പൊന്നുമോൻ എവിടെ വന്ന് സംസാരിച്ചാലും പൊന്നുമോൻ്റെ മുഖത്തോട്ട് നോക്കി നിൽക്കും. എന്തായിരുന്നു ആ കുട്ടയിലെന്നറിയാവോ? അതെ, 4 അക്ഷരമായിരുന്നു ആ ഈ പറയുന്ന പൊന്നുമോൻ്റെ കുട്ടയിലുണ്ടായിരുന്നത്. ഒന്ന് എ, രണ്ടാമത് ഐ, വീണ്ടും ഒരു ഐ, പിന്നെ ഒരു എം, പിന്നെ ഒരു എസ്, 5 അക്ഷരം. ഈ 5 അക്ഷരം ചുമന്നുകൊണ്ടാണ് ഈ ഇദ്ദേഹം നടക്കുന്നത്. ഈ പൊന്നുമോൻ ഇങ്ങനെ എവിടെ വെച്ച് കണ്ടാലും ഈ പിന്നെ നമ്മൾ അറിയാമല്ലോ, പണ്ട് കാലത്ത് ഈ ആൾക്കാർ തലയിൽ മീൻ കൊട്ടകൾ ചുമന്നുകൊണ്ട് കച്ചവടത്തിനായിട്ട് ഇറങ്ങും. അപ്പം അവരിങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും വിളിച്ചു പറയും ആവേലി, ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ തൻ്റെ കൊട്ടയിലുള്ള എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് തരം മീനാണുള്ളത് എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഈ പറയുന്ന പൊന്നുമോൻ തിരുവനന്തപുരത്ത് ഇരിക്കുവാണെങ്കിലും ഇതിൻ്റെ എല്ലാം പേര് വിളിച്ചു പറയും. കൊല്ലത്ത് വന്നാലും ഈ പേര് വിളിച്ചു പറയും. ഈ പറയുന്ന 5 അക്ഷരം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ സഹി കെട്ടി പൊന്നുമോൻ ഒരു ദിവസം പറഞ്ഞു, ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 5 അക്ഷരങ്ങൾ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കുടഞ്ഞിടും. അത് എവിടെ, ചിലപ്പോൾ ആലപ്പുഴയിലായിരിക്കും, ചിലപ്പോൾ തൃശ്ശൂരിലായിരിക്കും. ഇതൊന്നും പറ്റിയില്ല, നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ കൊണ്ടുതരുന്ന സാധനം നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ നേരെ MK സ്റ്റാലിൻ എന്ന് പറയുന്ന ആളിനെ വിളിക്കും. നമ്മളെല്ലാവരും വിചാരിച്ച് പുള്ളിയുടെ വീട്ടിൽ ഡ്രൈവർ ആയിരിക്കും MK സ്റ്റാലിൻ എന്ന്. അല്ല, തമിഴ്നാട് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പറയും, ഇതാണ്ട് എൻ്റെ കൊട്ടയ്ക്കകത്തിരിക്കുന്ന സാധനം നിങ്ങൾ അങ്ങ് എടുത്തുകൊണ്ട് പൊക്കോ എന്ന് പറയും. എന്ന് വരെ ഈ പൊന്നുമോൻ ഭീഷണിപ്പെടുത്താനുള്ള ധൈര്യം കാണിച്ചു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ പൊന്നുമോൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, പബ്ലിക്കായി ഒരു സമ്മേളനത്തിനിടയിൽ വിളിച്ചു ഒറ്റക്കൂവൽ, നെറ്റിക്കാതെ പഴയ പോലെ ഒരു ഗോപി കുറിയും. അവിടെ നിന്നുകൊണ്ട് ഈ പൊന്നുമോൻ പറഞ്ഞു, എയിംസ് വരും മറ്റേ മോനെ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ഇത് ആർക്ക് വേണമെങ്കിൽ എടുത്തു വെച്ചു സുരേഷ് ഗോപിയുടെ മെറ്റേ മോൻ പ്രയോഗം നമുക്ക് കേൾക്കാൻ പറ്റും. ഇതൊരു അൺപാർലമെന്ററി വേർഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തനെ ചെന്നിട്ട് എടാ മെറ്റേ മോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ പൊന്നുമോൻ പിന്നീട് ഇത് വിളിച്ചു പറഞ്ഞു. ഈ പൊന്നുമോൻ വിളിച്ചു പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അവിടെ ഇവരുടെ ഏറ്റവും മൂത്ത ഒരു തമിഴത്തി ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക, എയിംസ് എന്ന് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആമ ആര് പറഞ്ഞു? ഈ പൊന്നുമോൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ശരി, അപ്പോൾ അവർക്ക് എയിംസ് അല്ല വേണ്ടത്, ആമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ആ അമ്മച്ചി ഉടനെ എന്ത് ചെയ്തു, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ആമ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് വേണ്ടിയിട്ട് ഈ പൊന്നുമോൻ പറഞ്ഞുകൊണ്ട് കുറേ ആമയും നമുക്ക് തന്നു. ആ ആമകളാണ് കടലാമകൾ. അപ്പോൾ അവയുമായി ഈ പൊന്നുമോൻ ഇങ്ങനെ വിരാജിച്ച് നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം പറഞ്ഞ പൊന്നുമോൻ പറഞ്ഞ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ, എയിംസ് വരും മറ്റേ മോനെ. എല്ലാവരും അതിട്ട് അലക്കാൻ തുടങ്ങിയപ്പോൾ ഈ ശോഭേച്ചിക്ക് അതങ്ങോട്ട് സൂചിച്ചില്ല. തൻ്റെ പൊന്നുമോനെ എല്ലാവരും ഇട്ട് വാട്ടുകയാണ്. എനിക്കത് കഴിയുന്ന കാര്യം, അത് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. വേറെ ഒരാൾ പോലും അതിനെതിരെ പ്രതികരിച്ചില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ശോഭേച്ചിക്ക് മനസ്സിലായി, ഇത് ഞാനെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പൊന്നുമോൻ തകർന്ന് നാശമായി പോകും. ഒടുവിൽ അങ്ങനെ പത്രക്കാരെ വിളിച്ചു കൂട്ടിയിരുന്നു കൊണ്ട് ശോഭേച്ചി പറഞ്ഞു, അതെ, അദ്ദേഹം മറ്റേ മോൻ എന്നല്ല പറഞ്ഞത്, പൊന്നുമോൻ എന്നാ പറഞ്ഞത്. കണ്ടില്ലേ അയാൾക്ക് മറ്റുള്ളവരോടുള്ള ആ സ്നേഹവായ്പ് കണ്ടില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും നമ്മൾ അറിയണം, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ ഏറ്റവും പിന്നിലത്തെ സീറ്റിൽ, അതായത് ആ
നമ്മൾ പാഴ്സൽ ട്രേ എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ എപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ആ തൊപ്പി ഇപ്പോൾ കാണാനില്ല. അതായത് ആ തൊപ്പി ഏതോ IPS ഉദ്യോഗസ്ഥന്റെ പേരിലുള്ള IPS എന്നൊക്കെ അടിച്ചൊരു തൊപ്പിയാണ്. ആ തൊപ്പി ഇപ്പൊ കാണാനില്ല. അതാരും അടിച്ചോണ്ട് പോയതായിരിക്കും. അപ്പോൾ ഈ പൊന്നുമോൻ ആണ്, പൊന്നുമോൻ എന്നാ പറഞ്ഞത്, നിങ്ങൾ കേട്ടതിൽ വന്ന മിസ്റ്റേക്കാണ്, എന്തായിരുന്നാലും എയിംസ് ഇവിടെ കൊണ്ടുവന്നിരിക്കും, ഉറപ്പാണ് എന്ന് പറഞ്ഞു. ഇനിയും ഉണ്ടല്ലോ സമയം, ഇനിയും 2-3 വർഷം കൂടെ സമയമുണ്ടല്ലോ. ഈ 3 വർഷത്തിനകത്ത് എയിംസ് തന്നിരിക്കും. 2016 കേരളം തുടങ്ങിയ പണിയാണേ ഇത്. എന്തുകൊണ്ടാണോ എന്തോ ഈ ശോഭേച്ചിക്ക് ഇത് അറിയാതെ പോയത്. അന്ന് മുതൽ അതോടൊപ്പം തന്നെ ഞങ്ങൾക്കിപ്പോൾ കേരളത്തിന് ഇപ്പോൾ ഉടനെ എയിംസ് തരാം, നിങ്ങൾ സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ സമയത്ത് 3 സ്ഥലം കാണിച്ചു കൊടുത്തതാ. ആ 3 സ്ഥലം കാണിച്ചു കൊടുത്തപ്പോഴും പറഞ്ഞു, അയ്യോ 3 ഒന്നും പറ്റത്തില്ല, ഒരു സ്ഥലം നിങ്ങൾ പറഞ്ഞാൽ മതി. എങ്കിൽ ഒരു കാര്യം, നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലേക്ക് ഇങ്ങ് താ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ കാലം എത്ര കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഇടയിലാണ് ഈ കൊട്ടയം ചുമന്നുകൊണ്ട് ഒരു പൊന്നുമോൻ ഇത് ഈ എയിംസ് കച്ചവടമാക്കാനായിട്ട് കൊണ്ടു നടന്നത്. എന്നിട്ട് ഇപ്പൊ ആ മനുഷ്യനെ കുറിച്ച് യാതൊരു വിവരവും. ആ പൊന്നുമോൻ ഇപ്പൊ എവിടാണോ എന്തോ. ഈ ശോഭേച്ചി പറയുമ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന മെറ്റേ മോൻ എന്ന് പറഞ്ഞാൽ പൊന്നുമോൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾ കേരളക്കാർ മെറ്റേ മോൻ എന്ന് കേട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്. അതെന്താന്നുള്ള കാര്യം ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തൽക്കാലം പറയുന്നില്ല. പക്ഷേ ശോഭേച്ചി കേട്ടതിൻ്റെ പ്രശ്നമാണോ, ഇനി അതല്ല എല്ലാവരോടും അവരുടെ തലപ്പത്തിരിക്കുന്ന ഉടയമ്പ്രാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് സുരേഷ് ഗോപി അല്ലെങ്കിൽ ആ പൊന്നുമോൻ പറഞ്ഞിരിക്കുന്നത് പൊന്നുമോൻ എന്ന് തന്നെയാണെന്ന് മാറ്റി പറയണേ എന്നായിരിക്കും. കാര്യം ചില ചാനൽ ചർച്ചകളിലേക്ക് അല്ലെ ചില ചാനലിലേക്ക് ചില ഈ പറയുന്ന ശാഖകളിൽ പോയി ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ച ചില ആൾക്കാരുണ്ട്. അവരും ഇപ്പോഴും അത് തന്നെയാണ്. കേൾപ്പിച്ചാലും ശരി അവർക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ചില ആളുകൾ, ചില സംഘികൾ അങ്ങനെ തന്നെയാണ്. അവർക്ക് എത്ര കേട്ടാലും എത്ര കണ്ടാലും മനസ്സിലാവത്തില്ല. അവർ പറഞ്ഞത് തന്നെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. ശോഭേച്ചിക്ക് അത് വളരെ കൃത്യമായി അറിയാം അല്ലേ പൊന്നുമോൻ്റെ ശോഭേച്ചി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.